ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അഗെയിൻ. ഈ നട്ടപ്പാതിരാത്രിക്ക് നമ്മൾ എങ്ങോട്ടാന്നല്ലേ? എന്നാൽ ഇത് നട്ടപ്പാതിരാത്രി അല്ല കേട്ടാ, രാവിലെ ഏകദേശം ഒരു 6:15 അപ്പം നമ്മളെല്ലാവരും കൂടി പറശ്ശിനിക്കടവിൽ പോകാനുള്ള പ്ലാനിലായിരുന്നു. അപ്പം നമുക്ക് രാവിലെ നാട്ടിൽ നിന്നുള്ള ബസ്സൊക്കെ പിടിച്ച് സ്റ്റാൻഡിലെത്തി കണ്ണൂരിൽ നിന്ന് വേണം ഇനി പറശ്ശിനിക്കടവിലേക്കുള്ള ബസ് കയറാൻ. രാവിലെ ആയിട്ടും ചന്ദ്രനൊന്നും പോയിട്ടില്ല കേട്ടോ, മൂപ്പരൻ്റെ തലേൻ്റെ ബാക്കിൽ തന്നെയുണ്ട്. പിന്നെ നമ്മൾ സ്റ്റാൻഡിലെത്തിയതിന് ശേഷം KSRTC ആണ് ഫസ്റ്റ് ബസ്സായിട്ട് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ലോങ് ഡ്രൈവൊക്കെ പോകാൻ KSRTC തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. അധികം നടുവൊന്നും വേദനിക്കില്ല, മുന്നിലാകെ നല്ല കാഴ്ചയൊക്കെ കണ്ടുകൊണ്ട് പോകാം. അങ്ങനെ ചെറിയൊരു ഉറക്കമൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പറശ്ശിനിക്കടവ് എത്തിയിട്ടാ. കുറേ നാൾ കൂടിയിട്ടാണ് നമ്മൾ പറശ്ശിനിക്കടവിൽ ബസ്സിൽ വന്നത്. സാധാരണ വണ്ടിയിലൊക്കെ അല്ലേ, അതുകൊണ്ട് തന്നെ ഇത്തവണ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് താഴോട്ട് പോകാമെന്ന് വിചാരിച്ചു. ചെറുപ്പത്തിൽ പറശ്ശിനിക്കടവിൽ വരുമ്പം സ്ഥിരം നടന്നു പോകുന്ന വഴിയായത്. അതുകൊണ്ട് തന്നെ ഈ വഴിയിലേ നടന്നു പോകുമ്പോൾ പല നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഫീലിങ്സാണ് വന്നുകൊണ്ടിരുന്നത്. അതുമാത്രമല്ല, പണ്ട് ആ റോഡും ഉണ്ടായിരുന്നില്ല, പിന്നെയാണ് ഈ റോഡൊക്കെ വന്നത്. അങ്ങനെ സ്റ്റെപ്പൊക്കെ ഇറങ്ങി നമ്മൾ ലാസ്റ്റ് നടവഴിയിലെത്തി. ചുറ്റും ചന്തകളാണ്, ഭയങ്കര രസമാണ് ഇതിൻ്റെ സൈഡിലുള്ള കടകളൊക്കെ കാണാൻ. ഫുള്ള് കളർഫുള്ളായിട്ട് പണ്ടൊക്കെ ഇവിടെ ഈ പേരെഴുതുന്ന മോതിരവും അതുപോലെ തന്നെ മുത്തപ്പൻ്റെ വട്ടത്തിലുള്ള മോതിരമൊക്കെ ആയിരുന്നു ഹൈലൈറ്റ്. ഇവിടെ വരുമ്പോൾ എന്താണെന്നറിയില്ല, ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലാണ്. എനിക്ക് എവിടെ പോയാലും ഈ ഒരു ഫീല് ഇതുവരെ കിട്ടിയിട്ടില്ല. ശ്യാമാംബരം മുഖസാഗരം തുളസീദളം അതിസുന്ദരം. മനസ്സിൽ കുറേ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു പറശ്ശിനിയിൽ പോയാൽ തിരുവപ്പനെയും മുത്തപ്പനെയും ഒന്നിച്ച് കാണാൻ പറ്റണേന്ന്. അതുപോലെ തന്നെ അന്നത്തെ ആഗ്രഹം പോലെ തന്നെ മുത്തപ്പനും തിരുവപ്പനും വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറേ നേരം അവിടെ ഇരുന്ന് അതൊക്കെ കണ്ടു. പിന്നെ അത് കഴിഞ്ഞ് മെല്ലനെ പുറത്തിറങ്ങി. പറശ്ശിനീൻ്റെ വേറൊരു പ്രത്യേകതയാണ്, അവിടെ ഇവിടെയായിട്ട് ഒരുപാട് നായ്ക്കളുണ്ടാവും. പക്ഷെ അത് ആരെയും ഒന്നും ചെയ്യുകയോ ഇല്ല. നമുക്കാണെങ്കിൽ അതിന് ഭക്ഷണവും കൊടുക്കാം, എന്തും ചെയ്യാം. അതിന് എവിടെ കയറി പോകാനുള്ള ഒരു ഫ്രീഡവും പറശ്ശിനി തന്നെ. പിന്നെ ഇവിടുത്തെ പ്രധാന വഴിപാടാണ് പൈൻകുറ്റി കഴിപ്പിക്കൽ. ചെറുപ്പത്തിൽ ചായ കുടിക്കാത്ത ഞാൻ പറശ്ശിനിയിൽ എത്തിയ ചായ കുടിക്കും. തേങ്ങാക്കൊത്തലിട്ടിട്ടുള്ള പുഴുങ്ങിയ മമ്പയറാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള പ്രസാദം. അത് നമുക്ക് വീട്ടിലേക്ക് എടുക്കാനും അവർ ആദ്യമൊക്കെ തരുമായിരുന്നു. പിന്നെ നമ്മൾ എക്സ്ട്രാ വാങ്ങിച്ചിട്ട് അത് വീട്ടിലേക്ക് എടുക്കും. ഭയങ്കര ഒരു രസമാണ് ഇവിടുത്തെ എല്ലാ സാധനങ്ങൾക്കും. മീൻസ് ഇവിടുത്തെ സാമ്പാർ ഭക്ഷണമൊക്കെ കഴിക്കുമ്പം വെള്ളം പോലെ ഉണ്ടാവുള്ളൂ, പക്ഷെ അതിൻ്റേതായിട്ടുള്ളൊരു രുചിയും കാര്യങ്ങളും ഉണ്ടാവും. പിന്നെ എന്താ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഇവിടെ ആർക്ക് വേണേലും വന്നിട്ട് മുത്തപ്പനെ പ്രാർത്ഥിച്ചിട്ടോ പ്രസാദം കഴിച്ചിട്ടോ പോവാം. ഇന്ന ജാതി ഇന്ന മതം ഒരു കാര്യമില്ല. ഇവിടെ എല്ലാവരും ഒരുപോലെയാണ്. അതുപോലെ തന്നെ ചന്തകളുടെ ഒരു കുംഭമേള തന്നെയാണ് പറശ്ശിനിയിൽ പോയാൽ. സാധാരണ എല്ലാ അമ്പലത്തിൽ പോയാലും ഇതുപോലെ ചന്തകളുണ്ടാകും, പക്ഷേ സ്ഥിരം ചന്തകളായിട്ട് തന്നെ നിൽക്കുന്നത് ഇതുപോലെയുള്ള ചുരുക്കം ചില അമ്പലങ്ങളിൽ മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതുപോലെ വെറൈറ്റി ഓഫ് സാധനങ്ങൾ, അത് നമ്മൾ ഈ കാറിലും ഷോക്കേസിലൊക്കെ ഷോപ്പീസായിട്ട് വെക്കുന്നതും, അതുപോലെ തന്നെ ഓർണമെൻറ്റ്സിൻ്റെ സെഷൻ ആയാലും, പിന്നെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഈ ചിരട്ട മോതിരത്തിൽ പേര് എഴുതിയിട്ടുള്ള അതിപ്പോൾ ഇവിടെ അധികം കാണാനില്ല. ഞാൻ ഒരുപാട് അന്വേഷിച്ചിട്ടുണ്ടായി അന്ന് പോയപ്പോൾ. ശ്യാമാംബരം മുഖസാഗരം തുളസീദളം അതിസുന്ദരം. കനകാസുഖം നാരീവരം ശ്രുതികസ്വരാതുതിശാരദ നമോസ്തുതേ. ശ്യാമാംബരം മുഖസാഗരം തുളസീദളം അതിസുന്ദരം. കനകാസുഖം
അങ്ങനെ കുറേ കാഴ്ചകളൊക്കെ കണ്ട് ഒരുപാട് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് കാണാൻ കുറച്ച് ടോയ്സും കാര്യങ്ങളും അതുപോലെ കമ്മലിൻ്റെ കളക്ഷൻ പിന്നെ പറയണ്ടല്ലോ. ഞാനൊരു കമ്മൽ ഹോളിക്ക് ആയതുകൊണ്ട് തന്നെ കുറച്ച് കമ്മലും കാര്യങ്ങളും കുഞ്ഞുമക്കൾക്ക് കുറച്ച് ടോയ്സും കാര്യങ്ങളൊക്കെ എടുത്തു. ഷോപ്പീസൊക്കെ ഒരുപാടുണ്ടായിരുന്നു. നമ്മൾ വണ്ടിയിൽ വെക്കാനായാലും ഷോക്കേസിൽ വെക്കാനായാലും വെറൈറ്റി ഓഫ് കളക്ഷൻസ് ആണ് ഇവിടെ. പിന്നെ അത്യാവശ്യം കാശും ഉണ്ട്. അതായത് അമ്പലത്തിൻ്റെ നടുവിൽ പോയാലും അവിടെ കുറച്ച് റേറ്റ് കൂടുതലായിരിക്കുമല്ലോ. സാരമില്ലാന്ന് വിചാരിച്ച് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു. വന്ന സ്റ്റെപ്പ് തിരിച്ചു കയറാനുള്ള മടിയുള്ളതുകൊണ്ട് തന്നെ താഴെ തന്നെ നമ്മളൊരു ഓട്ടോവും പിടിച്ച് മേലെ ബസ് സ്റ്റാൻഡിലേക്ക് പോയി. പിന്നെ അവിടുന്ന് ചെറിയൊരു ഹോട്ടലിൽ കയറിയിട്ട് ലൈറ്റായിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പൂരിയും ബാജിയും അവിടെ ഉണ്ടായിരുന്നത്. അപ്പം പിന്നെ അതന്നെ കഴിക്കാമെന്ന് വിചാരിച്ച് അതങ്ങനെ കഴിച്ചു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ കണ്ണൂരേക്ക് പോകാനുള്ള ബസ് റെഡി ആയിട്ടുണ്ടായി. പിന്നെ ഒന്നും നോക്കിയില്ല, ചാടി കയറി നാട്ടിലേക്ക് വിട്ടു. വന്നപ്പോൾ ചെറിയ ഉറക്കത്തിലായതുകൊണ്ട് തന്നെ വളപട്ടണം പാലവും പുഴയും ഒന്നും കഴിഞ്ഞതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അത്രയ്ക്കുള്ള വിശേഷം. വീണ്ടും കാണാം. ബൈ.